മീശമാധവൻ സിനിമയിലെ കണിയല്ലേ എല്ലാരും കണ്ടുള്ളൂ. കർഷകന്റെ ഒരു കണി കണ്ടല്ല, നെയ്ക്കാണെന്നാണ്. ഒരേക്കർ സ്ഥലത്ത് കണിമത്തൻ മാത്രം കൃഷി ഇരിക്കുന്ന തോട്ടാണ്. അവിടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിളവെടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇതാണ് കേട്ടത്. എല്ലാ മുട്ടിലും കായാണ്. 1 കിലോത്തോളമുള്ള സൂപ്പർ കായാണ് ഇവിടെ നിന്ന് വിളവെടുക്കാനായിട്ട് പോകുന്നത്. കണിമത്തന്റെ പ്രത്യേകത വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ജനുവരി ആദ്യം തുടങ്ങിയ കൃഷിയാണ്. ഇന്ന് ഏപ്രിൽ 3-ാം തീയതി ഇന്ന് വിളവെടുക്കുകയാണ്. ഇനിയിപ്പോൾ 4, 5, 6 ദിവസങ്ങളിലൊക്കെ ഇതിന് ഏറ്റവും വലിയ വിലയുള്ള ടൈമാണ്. ജനുവരി ആദ്യമാണ് ഈ കൃഷി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ തണ്ടൊക്കെ ഫുള്ള് പഴുത്ത് ഇപ്പം കാ മാത്രമേ കാണുള്ളൂ. ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒരു തടത്ത് തന്നെ ആയിരിക്കണം കാണാൻ നോക്കിയാൽ ഇതിപ്പോൾ തണ്ടൊക്കെ എല്ലാം ഉണങ്ങിയത് ഇങ്ങനെ പതിയെ വിളവെടുത്ത് മാത്രം മതിയാവും. 25 സെൻറ്റ് സ്ഥലത്തൂടെ എടുക്കാനുള്ള കേട്ടോ. ഏകദേശം 8,000 കിലോ ആയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 1 ഏക്കറിൽ നിന്ന് 6,000 കിലോ മാത്രമാണ് കിട്ടിയത്. ഇത്തവണ മഴ അനുകൂലമായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇത്രയും വിളവിലേക്ക് ഈ പാടത്തെ കൊണ്ട് എത്തിക്കാനായിട്ട് കഴിഞ്ഞത്. ഇത്തവണ ഒരു 12,000 കിലോയ്ക്ക് മേലിൽ ഈ ഒരു ഏക്കറിൽ നിന്ന് തന്നെ എടുക്കാമെന്നാണ് കണക്കൂട്ടുന്നത് കേട്ടോ. ഇത്രയും കളറ് കഴിഞ്ഞ വർഷം കിട്ടിയില്ല കേട്ടോ. ഇവിടെ മാത്രമേ കിടന്ന വശത്ത് മാത്രമേ ഈ പാടത്തെ കുറച്ച് ചെളിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാ. അപ്പോൾ അതിങ്ങനെ ഒന്ന് തുടച്ച് ക്ലിയർ ആയിട്ട് വേണം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ. ഇത് നല്ല നോട്ടത്തിന് ആണ് വില വരുന്നത്. വിഷുവിന് 12, 13 തീയതികളിൽ പറയണ വിലക്ക് ആൾക്കാർ മേടിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ മത്തൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തടത്തിൻ്റെ വിസ്തീർണം വരുന്നത് 70 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ 300ഓളം തടങ്ങളാണ് ഈ ഏരിയയിൽ ഉള്ളത്. ഈ തടങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് 2 മീറ്ററാണ്. എല്ലാ തടത്തിലും 20-ന് മുകളിൽ കായാണുള്ളത്. ഓരോ തടത്തിലും 3 ചെടി വെച്ചാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ട്രാക്ടർ അടിച്ച് ജൈവവളങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് 40ഓളം ജോലിക്കാർ പല ദിവസങ്ങളായിട്ട് നിന്നാണ് ഈ പാടം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. 70,000 രൂപയ്ക്ക് മേലാണ് ഈ പാടത്ത് ടോട്ടലി ചിലവ് വന്നിരിക്കുന്നത്. വിളവെടുപ്പിന് മാത്രം 2 ദിവസമായിട്ട് 12 പേര് വേണ്ടി വന്നു. അതല്ലെങ്കിൽ ലോഡിംഗ് ഉണ്ട്. 8 പേര് ഒരു ദിവസം ഫുള്ള് നിന്നാലേ ലോഡാവുള്ളൂ. അപ്പം അങ്ങനെ 20 തച്ചാണ് ഈ ലോഡിങ്ങിന് മാത്രം വേണ്ടി വന്നത്. റോഡുമായിട്ട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതാണ് അത്രയും ചിലവ് വന്നത്. 200 ഗ്രാം മുതലുള്ള കണ്ണിമത്തൻ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരേപോലെ ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. ഇതാണെങ്കിൽ ഏകദേശം എത്ര കിലോ വരുമെന്ന് നമുക്ക് നോക്കാം. 700 വരുന്നുണ്ട്. പക്ഷേ ഇതിന് വിഷുവിന് ഡിമാൻഡ് ഇല്ല. ഈ കളർ കുറവുള്ളതും വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഡിമാൻഡ് ഇല്ല. അതിൻ്റെ തൊട്ട് വലിപ്പമുള്ളത് 1 കിലോ 200 ഗ്രാമാണ് വരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഡിമാൻഡ് ഉള്ളത് എപ്പോഴും കൃത്യം ഒരു 950 1 കിലോ. അതായത് 800 1 കിലോത്തിന് അടുത്തുള്ളതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. നല്ല സൂപ്പർ കളറും കൂടെ ആണെങ്കിലുണ്ടല്ലോ പറയണ വില കിട്ടുന്നത്. ഒരുപാട് ഐറ്റംസ് ഇങ്ങനെയുള്ള ഉണ്ട്. 1/2 കിലോ ഉള്ളതുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യണ ഐറ്റമാണ്. അപ്പോൾ അതായത് ഉരുളിയിൽ ഒതുങ്ങിയിരിക്കാവുന്ന രീതിയിലുള്ള കണി ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രയും കണിമത്തിന് കിടക്കിയിരിക്കുന്നത്. ഇവിടെ കൂടുതലും കിടക്കുന്നത് 800 ഗ്രാമും 1 കിലോയ്ക്ക് കിടക്കുള്ളതാണ്.